ഹായ്, നമസ്കാരം. സയാറ്റിക് പെയിൻ മാറാനുള്ള എക്സസൈസുകളാണ് ഇന്നത്തെ വീഡിയോ. അറയിലിരുന്നുകൊണ്ട് ചെയ്യാവുന്ന സയാറ്റിക്ക പരിഹരിക്കാനുള്ള എക്സസൈസുകളും യോഗാസനങ്ങളും ഒക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പം ഈ മാറ്റിലൊക്കെ ഇരുന്നും കിടന്നും ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയറിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ സയാറ്റിക് പെയിൻ കുറയ്ക്കാനുള്ള എക്സസൈസുകൾ ചെയ്യാം, അത് ഈ വീഡിയോ കണ്ട് നോക്കാം. ഫസ്റ്റ് വൺ, കാല് നമുക്ക് ഇങ്ങനെ മേളിലോട്ട് കയറ്റി വയ്ക്കണം. എന്നിട്ട് ദീർഘമായ ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം കുനിയുക. അപ്പൊ ഈ ഭാഗത്ത് സയാറ്റിക് പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക്, ലോവർ ബാക്കിൽ നിന്ന് കാലിൽ കൂടെ ഈ ഉപ്പൂറ്റി വരെ ആ സയാറ്റിക് നെർവ് വലിഞ്ഞിട്ടുണ്ടാകുന്ന പെയിനാണ്. അപ്പം ഇവിടെ നിന്ന് ഒരു നല്ലൊരു സ്ട്രെച്ചിങ്, ഒരു വലിച്ചില് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം താഴാവുന്ന അത്രയും താഴുക. എന്നിട്ട് ഈ പൊസിഷനിൽ ഇരുന്നിട്ട് ശ്വാസം ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ. ഇങ്ങനെ നിങ്ങൾ 5 പ്രാവശ്യം ചെയ്യുക. എന്നിട്ട് ഈ പൊസിഷനിൽ ബോഡി പതുക്കെ ട്വിസ്റ്റ് ചെയ്യിച്ച് ഇങ്ങോട്ട് ഇങ്ങനെ വന്ന് ഈ പൊസിഷനിൽ നിൽക്കുക. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുകയും വിടുകയും ചെയ്യുക. ഇൻഹെയിൽ, exhale, again inhale, exhale. 5 times ഇങ്ങനെ ചെയ്യുക. ഓക്കെ. എന്നിട്ട് മറ്റേ കാല് ഉയർത്തി വയ്ക്കുക. തറയ്ക്ക് പാരലായിട്ട് വയ്ക്കുന്നു. ശ്വാസമെടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് താഴ്ന്ന് വരുന്നു. അപ്പം ഇവിടെയൊക്കെ നല്ല സ്ട്രെച്ചിങ് വരും. ആ സയാറ്റിക് പെയിൻ ഉള്ള ഭാഗത്തൊക്കെ നെർവ് നന്നായിട്ട് വലിയും. ഈ പൊസിഷൻ നോർമൽ ബ്രീത്തിങ്ങിൽ നിൽക്കുക. ഒരു 5 തവണ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബോഡി ഒന്ന് ഇങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്യിപ്പിച്ച് ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്ത് 5 സെക്കൻഡ് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഈ ഭാഗത്തെ സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുക. ഓക്കെ. അടുത്തത് ഇതുപോലെ തന്നെ കാലെടുത്ത് ഇങ്ങോട്ടിങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ കൈ കൊണ്ട് ഈ കാല് നമ്മുടെ ബോഡിയിലേക്ക് എടുക്കുക. ഇത് പുറകിൽ കൈ കുത്തിയിട്ട് ട്വിസ്റ്റ് ചെയ്യുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. റിലീസ് ചെയ്യാം. അതുപോലെ അടുത്ത കാലം ഇങ്ങനെ എടുത്ത് വെച്ചു. ഈ കൈ കൊണ്ട് ഇങ്ങോട്ട് ബോഡിയിലേക്ക് അടുപ്പിക്കുന്നു. ചെയറിന്റെ ബാക്കിൽ കൈകുത്തി ബോഡി ഇങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്യുന്നു. നോർമൽ ബ്രീത്തിങ്ങിൽ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് തിരിഞ്ഞു വരിക. ഓക്കെ. ഇങ്ങനെ നിങ്ങൾ 5 തവണ ചെയ്യുക. ഇത് താരതമ്യം ഈസിയാണ് ചെയ്യുക. ഒരു 5 ടൈംസ് കാലിങ്ങനെ നീട്ടി ഉപ്പൂറ്റി കുത്തുക. ദെൻ ഈ കാല് പെർപെൻഡിക്കുലറായിട്ട്, തറയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് വെച്ചിട്ട് ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴുക. ഇതിൻ്റെ വലിച്ചില് ഫീൽ ചെയ്യുക. 10 സെക്കൻഡ് നോർമൽ ബ്രീത്തിങ്ങിൽ ആയിരിക്കുക. ദെൻ റിലീസ് ചെയ്യുക. അടുത്ത കാലില് ഓക്കെ ഇങ്ങനെ കുത്തുന്നു. ഇൻഹെയിൽ,
then exhale. ഈ കാലാണ് മാക്സിമം വലിച്ചു കൊടുത്തേണ്ടത്, എന്നാൽ ആ സ്ട്രെച്ചിങ് കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താഴാൻ പറ്റുന്ന അത്ര താഴെ ബോഡി ഹോൾഡ് ഫോർ 10 സെക്കൻഡ്. ദെൻ പൂർവ്വസ്ഥിതിയിൽ വരിക. കാല് പുറകോട്ട് വലിച്ചു കുത്തുക. ഇത് തറയ്ക്ക് ലംബമായിട്ട് വയ്ക്കുക. എന്നിട്ട് മാക്സിമം ഈ കാലിൻ്റെ ഈ ഭാഗം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തതുപോലെ ഇങ്ങനെ വയ്ക്കുക. ഇതൊരു 10 സെക്കൻഡ് 15 സെക്കൻഡ് ഒക്കെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ഇപ്പോൾ സയാറ്റിക്ക ഉള്ളവർക്ക് ഇവിടെ നിന്ന് താഴേക്കുള്ള ആ പെയിന് ആശ്വാസം ലഭിക്കും. മൊത്തം ഈ ഭാഗം വലിഞ്ഞാൽ നിൽക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെ നിൽക്കുക. നോർമൽ ബ്രീത്തിങ് ആണ്. ഇത് ഇങ്ങനെയല്ല കുത്തേണ്ടത്, പാദം ചേർത്ത് കുത്തുമ്പോഴേ നല്ലതായിട്ട് ആ നെർവ് വലിയുള്ളൂ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ കാലുകൾ മുട്ടുമടക്കാതെ നിന്നാൽ നല്ലത്. ഇതുപോലെ നിന്ന് ഒരു 15 സെക്കൻഡ് നിൽക്കുക. മനസ്സിലൊരു 15 വരെ എണ്ണിയാണ്. ഇതും നിങ്ങൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ഇത്ര എക്സർസൈസുകൾ നമ്മൾ മനസ്സിലാക്കി ഇത് റെഗുലറായിട്ട് ചെയ്യുക. സയാറ്റിക് പെയിന് നല്ല വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തറയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നവർ മറ്റ് വീഡിയോയിൽ ചെയ്തിട്ടുള്ളതുപോലെ അത് നോക്കിയിട്ടുണ്ട്, അതുപോലെ ചെയ്യുക. വയ്യാത്തവർ ചെയറിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്കിപ്പം 4 എക്സസൈസ് കാണിച്ചു, 4 ലഞ്ച് എക്സസൈസ് കാണിച്ചു. അതിൽ ചെയ്യാൻ എളുപ്പമുള്ളത് ചെയ്യുക. അതുപോലെ എല്ലാ തവണയും ഞാൻ പറയുന്നതാണ്, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.